അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് ഫേസിൽ യൂസ് ചെയ്തിട്ട് മാത്രമേ കാര്യമില്ല. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കൂടെ ശീലിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ചേഞ്ച് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് വൈസ് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ പല വീഡിയോസിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഏത് പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഒത്തിരി ലോങ് ഇല്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നോർമലി വരുന്നത് നിങ്ങൾക്ക് സിറംസ് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. വൈറ്റമിൻ സി സിറം, നിയാസിനമൈഡ്, ഹൈലൂറോണിക് ആസിഡ്, അങ്ങനെ പലതരത്തിലുള്ള സിറംസ് ഉണ്ട്. ഫേസിൽ സ്യൂട്ടാകുന്ന ഏതാണോ സിറം അത് നിങ്ങൾ യൂസ് ചെയ്യുക മോർണിംഗ് നൈറ്റും. അതിനുശേഷം ഒരു 4-5 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഇത് അക്വാസോഫ്റ്റ് എഫ്സിയുടെ മോയ്സ്ചറൈസറാണ്. ഞാനൊരു 4 years ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇതിൽ വരുന്നത് സൺ പ്രൊട്ടക്ഷനോട് കൂടിയ മോയ്സ്ചറൈസർ ആയതുകൊണ്ട് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മുടെ ഫേസിൽ ഒരു സൺസ്ക്രീൻ എഫക്റ്റ് അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ് എഫക്റ്റും കൂടെ കിട്ടി സ്കിൻ കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ കിട്ടാൻ നല്ലൊരു പ്രോഡക്റ്റ് ഇത് തന്നെയാണ്. ഏകദേശം 395-400 ആ ഒരു റേഞ്ചാണ് വരുന്നത്. പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് പറഞ്ഞാൽ ഞാനത് ഷെയർ ചെയ്തേക്കാം. അതുപോലെ തന്നെ ഇതിൽ നിന്ന് പറഞ്ഞാൽ റിച്ച് ഹൈഡ്രേറ്റിംഗ് ഫേഷ്യൽ മോയ്സ്ചറൈസേഷൻ, ഇംപ്രൂവ് സ്കിൻ നാച്ചുറൽ റേഡിയൻസ് വിത്ത് വൈറ്റമിൻ ഇ ആണ്. ഇത്രയും ചേർന്നൊരു പ്രോഡക്റ്റാണ്, ഗുഡ് പ്രോഡക്റ്റാണ്. ഓൾ സ്കിൻ ടൈപ്പാണ് ഇഷ്ടമാകുന്നൊരു പ്രോഡക്റ്റാണ്. പിന്നെ വരുന്നത് നമ്മുടെ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ യുവിഡോക്സിൻ്റെ പ്രോഡക്റ്റ് ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു 1.5 years ആയിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലൂ ലൈറ്റിൻ്റെ പ്രോഡക്റ്റാണ്. ഇതൊരു ഫൗണ്ടേഷൻ എഫക്റ്റോട് കൂടിയൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം മതി. ഫേസിൽ വേറൊരു ഫൗണ്ടേഷൻ വേണ്ട. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫൗണ്ടേഷൻ മറ്റും യൂസ് ചെയ്യുകയാണെങ്കിൽ ഫേസ് ഭയങ്കര വൈറ്റ് കളറായിരിക്കും. അതുപോലെ തന്നെ ഫേസിലും ഭയങ്കര മേക്കപ്പ് ലുക്ക് തോന്നും, പൊട്ടിയടിച്ചത് മാതിരി ഇരിക്കും. അതുകൊണ്ട് അത് വേണ്ട, ഇത് രണ്ടും മാത്രം മതി. ഇതെന്ന് പറഞ്ഞാൽ SPF 50 ആണ്. ഫോർ ഓൾ സ്കിൻ ടൈപ്പ്, മാറ്റി ഫിനിഷ്, വാട്ടർ റെസിസ്റ്റന്റ് വരുന്ന ബ്രിട്ടൻ്റെ നല്ലൊരു പ്രോഡക്റ്റാണ്. യുവിഡോക്സിൻ്റെ 50 ഗ്രാമാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് കുറച്ച് കത്തിയാണ് കേട്ടോ, 795 ആ ഒരു റേഞ്ചിൽ വരുന്ന പ്രോഡക്റ്റാണ്. ഓൺലൈൻ അവൈലബിൾ ആണ്. ഇത് രണ്ടും ഓൺലൈൻ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. പിന്നെ വരുന്ന ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ, ലിപ് സൺസ്ക്രീനാണ്. ഇത് അലനയുടെ പ്രോഡക്റ്റാണ് കേട്ടോ. ഒരുപാട് പേർക്ക് നല്ലൊരു ചേഞ്ച് കിട്ടി. കാരണം ഞാൻ ഇടയ്ക്ക് അസിസ്റ്റൻ്റ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് യൂസ് ചെയ്ത് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് ഇത്. അലനയുടെ പ്രോഡക്റ്റ് സൺസ്ക്രീൻ ഒത്തിരി കോസ്റ്റ്ലി ഒന്നല്ല. മീഷോയിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, മിന്ത്ര എല്ലാത്തിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. SPF 40 വരുന്നത്. ഇത് യൂസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക. ഇല്ല എങ്കിൽ ഈ ഒരു ലിപ് സൺസ്ക്രീൻ മാത്രം മതി, വേറൊന്നും വേണ്ട. അലനയുടെ പ്രോഡക്റ്റാണ്. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഡെയിലി നോർമൽ റുട്ടീനിൽ നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല, കിടക്കത്തില്ല. ഒരു 3-4 hours. കാരണം ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ നടക്കുന്ന ആൾക്കാർ നന്നായിട്ട് വേർക്കും. അപ്പോൾ മേക്കപ്പ് ആയാലും ഈ ഒരു ലിപ്സ്റ്റിക് ആയാലും നമ്മുടെ ലിപ്പിൽ കിടക്കത്തില്ല. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അങ്ങനത്തെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റ് ഷുഗറിൻ്റെ പ്രോഡക്റ്റാണ്. അല്ല ലിപ്സ്റ്റിക് യൂസ് ചെയ്തതായിട്ട് തോന്നത്തില്ല. നമ്മുടെ ലിപ് കളറിനനുസരിച്ചുള്ള പല കളേഴ്സും ഉണ്ട്. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന 22 ബെയർ ഹഗിൻ്റെ പ്രോഡക്റ്റാണ്. നല്ലൊരു